ഹലോ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇന്നത്തെ കാണിക്കാനാണ്. 17 ഏപ്രിൽ, ഇന്ന് 19 ഏപ്രിലാണ്. അപ്പോൾ ഞാനിപ്പോൾ പുറത്താണ്, തിരക്കാണ്. ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരക്കായിരിക്കും. അതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇത് തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിലൊരു സ്റ്റോക്ക്, നമ്മുടെ സിർമ അത് പ്രോഫിറ്റ് ആയായിരുന്നു. അപ്പോൾ അതും കാണിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇഷ്യൂ ഇല്ലല്ലോ. ഈ മാസത്തെ വാങ്ങിയത് 1500 ഇട്ടു. ഏപ്രിൽ 4-ാം തീയതി 1500 ഇട്ടു. 6-ാം തീയതി 1517 വാങ്ങി. കുറച്ച് ബാലൻസ് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. ലെമൺ ട്രീ, ജുപ്പിറ്റർ, വാഗൺ എല്ലാം ഓരോന്നേ. നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ നിഫ്റ്റി IT വാങ്ങി, കാസ്ട്രോൾ ഇന്ത്യ, NMDC, ഇന്ത്യൻ ഹോട്ടൽ, പ്രകാശ് പൈപ്പ്, സിൽവറും വാങ്ങി, സച്ചിഡിറ്റ് വാങ്ങി. കുറേ സ്റ്റോക്ക് വാങ്ങാൻ പറ്റി. കാരണം ഇത്ര എന്തായാലും ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇതിനകത്ത് എല്ലാം തന്നെ ഡൗൺ ആയിരുന്നല്ലോ. അതുകൊണ്ട് കുറേ സ്റ്റോക്ക് വാങ്ങാൻ പറ്റി നമുക്ക് തന്നെ. നേരത്തെ നമ്മൾ ഇത്ര ഇപ്പോൾ എത്ര 1 2 3 4 5 6 7 8 9 സ്റ്റോക്കൊക്കെ വാങ്ങി ഡൗൺ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് സിർമയുടെ ഞാൻ പറഞ്ഞില്ലേ, 16-ാം തീയതി 16-ാം തീയതി സിർമ ഒരെണ്ണം വാങ്ങാൻ പറ്റുമോ? സിർമ പിന്നെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഡൗൺ ആയില്ല. സംഭവമൊന്നും ഒരെണ്ണം പോലും ഡൗൺ ആയില്ല. അപ്പോൾ നമ്മൾ 965 എത്രയാണ് വാങ്ങിയേ? എനിവേസ് എന്തായാലും നമ്മൾ ടാർഗറ്റ് ഏകദേശം ഒരു വച്ചായിരുന്നു. അതെന്തായാലും ഇതായി. 900 എന്തോ ആണ് ടാർഗറ്റ് വെച്ചത്. ഇപ്പോൾ തന്നെ 935 എന്തോ ആണ് വിറ്റത്. ട്രേഡഡ് ബൈ 965, 935. എന്തായാലും അത് കൂടെ 900 മുകളിലായപ്പോൾ ഏതോ സമയത്താണ് നമ്മൾ വിറ്റത്. ഓവർ അങ്ങനെ തിങ്കിങ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊരു നോർമൽ രീതിയിൽ വിറ്റു. 900 കഴിഞ്ഞു എന്ന് പറഞ്ഞു, അപ്പോൾ വിറ്റു. ഒരു ദിവസം എന്തോ ലേറ്റായി തോന്നുന്നു. അതിന് മുമ്പ് 900 ആയി തോന്നുന്നുണ്ടായിരുന്നു. സമയം കിട്ടിയപ്പോൾ വിറ്റു. നമ്മൾ പിന്നെ ഓൾറെഡി സെറ്റും ചെയ്ത് വെച്ചിട്ടില്ലാത്തതുകൊണ്ടേ, സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഇങ്ങനെ ഈ സമയത്ത് നോർമൽ വിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ തന്നെ വിൽക്കുന്നതുകൊണ്ട് ഓക്കെ, എന്തായാലും ലാഭമാണ് നമുക്ക്. 900 മുകളിൽ പോയി. അപ്പോൾ 935 അതിൻ്റെ ലാഭം കിട്ടി. കിട്ടിയപ്പോൾ തന്നെ അടുത്ത ദിവസം നമ്മൾ നോർമലി അതിന് വയ്ക്കാറില്ലല്ലോ. വച്ചോന്നറിയില്ല, അത് വച്ചില്ല ഞാൻ. അടുത്ത ദിവസം തന്നെ ഞാനത് കുറച്ച് സ്റ്റോക്ക് ഞാൻ വാങ്ങി. ഓൾറെഡി ഞാൻ കുറച്ചെണ്ണം ആഡ് ചെയ്ത് വച്ചു. ഓരോ മാസം നമ്മൾ ഓരോ സ്റ്റോക്ക് പുതിയത് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വിഷ്ണു പ്രകാശ് അത് വാങ്ങി, ചാമ്പൽ ഫെർട്ടിലൈസർ വാങ്ങി, അശോക, ബിൽക്കോൺ, നിപ്പോൺ, അതൊക്കെ പിന്നെ ബാക്കി വന്നതിൻ്റെ ഇത് വെച്ച് വാങ്ങി. ഇർക്കോൺ വാങ്ങി, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, അങ്ങനെ ഇത്ര സ്റ്റോക്കാണ് വാങ്ങിയത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത്ര സ്റ്റോക്കുകൾ വാങ്ങി. 923 വാങ്ങി. 900 സംതിങ് ലാഭം കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഇത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇപ്പോൾ 12 ബാലൻസ് 12 ഉണ്ട്, 12 രൂപ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു കഴിഞ്ഞ ജൂലൈയിൽ തുടങ്ങിയില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 10 മാസം 15,000 രൂപ. രൂപയിൽ 15,000 രൂപയാണ് നമ്മൾ ഓക്കെ 1500 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ കൂടി തന്നെ. അത് 15,059. ഞാൻ മറ്റേ വെറുതെ വീഡിയോ ഇടുന്നുണ്ട്. ഇത് വീഡിയോയുടെ സൗണ്ടും പുറത്തെ സൗണ്ടൊന്നും നിങ്ങൾ ഇതാക്കരുത്. നമ്മൾ കേൾക്കുന്നുണ്ടെന്ന വിശ്വാസത്തിന് അങ്ങനെ അങ്ങ് ഇടുന്നു.
നമുക്ക് സബ്സ്ക്രൈബർ അങ്ങനത്തെ ഇതിനു വേണ്ടി നമ്മൾ ഇടുന്ന വീഡിയോ അല്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ 10 മാസമായാലും ഇടുന്നു. ഏകദേശം കാണുന്നവർക്കറിയാമല്ലോ നമ്മളെ ഒരു ആൾക്കാരെ ഇതാക്കാൻ. കേരളത്തിലെ ഒരു 10 പേര് ഇതുവഴി ഇതായി കഴിഞ്ഞാൽ 10 കുടുംബം രക്ഷപ്പെടുമല്ലോ. അങ്ങനത്തെ ഒരു മൈൻഡാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ. 10 പേര് രക്ഷപ്പെടുന്ന രീതിയിൽ രക്ഷപ്പെടുന്നതല്ല, നമ്മുടെ ഇത് അത് രക്ഷപ്പെടുന്നത് ഡിസിപ്ലിൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. സിമ്പിളാണെന്ന് കാണിക്കാൻ വേണ്ടി എന്നുള്ള ഇത് മാത്രം. രക്ഷപ്പെടുകയുള്ളതെന്ന് അവരുടെ ഇത്. കാരണം നമ്മൾക്ക് ഇതൊക്കെ 1500 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 1500 രൂപ ഒരു മാസം ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ചെറുത് തന്നെയാണ്. മന്തിക്കൊക്കെ ഇപ്പോൾ എത്ര പൈസ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെറുത് തന്നെ. അപ്പോൾ ആ ഒരു ഇതിൽ ഇപ്പോൾ നോക്കി -2 ആണ്. യുദ്ധവും ഈ പ്രശ്നങ്ങളും നിങ്ങൾ ഓർക്കണം. യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ യുദ്ധം തീരുമോ ഇല്ലയോ ഇപ്പോഴും നമുക്കറിയില്ല. യുദ്ധം ഇനി 1-2 ഈ ആഴ്ച കൂടി ഇല്ല യുദ്ധത്തിൻ്റെ തീരുമാനമാവാൻ. നമുക്കറിയില്ല എന്താ സംഭവിക്കണമെന്ന്. എന്നിട്ട് കൂടി തന്നെ നമ്മൾ -2 മാത്രമേ ഉള്ളൂ. നമ്മൾ സിമ്പിൾ SIP സിമ്പിളാണെന്ന് പറയാനും പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ചറവറ സ്റ്റോക്കിൽ വെറുതെ ഇടരുത്. നമ്മളൊന്ന് നോക്കണം കേട്ടോ. ഏകദേശം നമുക്കൊരു നിങ്ങളുടേതായ ഒരു ഇത് കാഴ്ചപ്പാടും ഒരു ജസ്റ്റ് ഒരു ബാലൻസ് ഷീറ്റൊക്കെ വെറുതെ നോക്കുക. ഒരുപാട് ലോസ് ഇപ്പോൾ ഭയങ്കരമായി മൈനസ് ലോസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണ ഇതിലൊക്കെ പോയിട്ടിട്ട് പിന്നെ SIP സിമ്പിളാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു നോർമൽ മനുഷ്യന് നോക്കാം. ഇപ്പോൾ നോർമൽ മനുഷ്യൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നോർമൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അക്കൗണ്ട് ഗ്രോയിൽ അക്കൗണ്ട് തുടങ്ങുന്ന ഒരാൾക്ക് നോക്കാൻ പറ്റുമോ അത്? 1000 ഭയങ്കര ശതമാനം 1000%, 100% ലോസ് എന്നൊക്കെ പറഞ്ഞ കമ്പനി കൊണ്ടുപോയിട്ടിട്ട് സംഭവം ചെയ്യുന്നതിന് അർത്ഥമില്ല. ഫുള്ള് ലോസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി നമ്മളിപ്പോൾ പ്രകാശ് പൈപ്പൊക്കെ കുറച്ച് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴും. എന്നാലും അത് കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പ്രകാശ് പൈപ്പ് ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ ഇപ്പോൾ കണ്ടോ 15,000 ഇട്ടു, 14,000 ഉള്ളൂ നമ്മുടെ കയ്യിൽ. പക്ഷേ 15,059 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി. നമ്മൾ 1500 വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 10 മാസം 15,000. ചാർജ് കട്ട് ചെയ്യും അതിൻ്റെ ഇടയിൽ. ഓരോ സ്റ്റോക്കിനും ചാർജ് ഉണ്ട്. ചെറിയ ചാർജ് ഉള്ളൂ, എന്നാൽ ഗ്രോയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജ് കട്ട് ചെയ്യും. എന്നാൽ കൂടി തന്നെ നമുക്ക് 15,000 താഴെ വരേണ്ടത് ഇൻവെസ്റ്റ് ചെയ്തത് നമ്മൾ 15,059 ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ 14 സംതിങ് 12 അങ്ങനെ എന്തോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ പ്രോഫിറ്റിലാണ്. ഓൾറെഡി നമ്മൾ ഇട്ടതിനേക്കാളും കൂടുതലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 15,000 ആണ്. നമ്മുടെ ബാങ്കിൽ നിന്ന് പോയേക്കണ 15,000, പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കണമെന്ന് നോക്കി 15,059 ഉണ്ട്. 14,734 ഇപ്പോഴത്തെ നമ്മുടെ പ്രോഫിറ്റ്. 19 സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ഉണ്ട്. സ്റ്റോക്ക് നമ്മൾ കുറയ്ക്കും കേട്ടോ. അതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇതായതുകൊണ്ടാണ്. പതിയെ ഓരോന്ന് കുറേയൊക്കെ മാറ്റി നമ്മൾ. അതിന് ഗ്രോയുടെ അനുഭവം കാണിച്ചാൽ ഗ്രോ കഴിഞ്ഞ ദിവസം ഭയങ്കര ഗ്രോ നമ്മൾ ഓർക്കുന്നില്ല. നമ്മൾ കുറച്ച് 3 ഷെയർ വാങ്ങി 21%. ഗ്രോയ്ക്ക് നല്ല പ്രോഫിറ്റ് വന്നായിരുന്നു. പ്രകാശ് പൈപ്പ് നമ്മുടെ സ്ഥിരം എപ്പോഴും കാണിക്കുന്നില്ല. പ്രകാശ് പൈപ്പ് മൊബൈൽ കംപ്ലൈൻ്റ് ആണ്. ഞാൻ വേറെ മൊബൈലിട്ട് മാറ്റിയായിരുന്നേ. അതുകൊണ്ട് പ്രകാശ് പൈപ്പ് എന്തായാലും നോക്കട്ടെ. ഹോൾഡിങ്സ്, ഓർഡർ ഹിസ്റ്ററി എല്ലാ മാസവും ഉണ്ട്. മാർച്ച്, ഫെബ്രുവരി ഇല്ലേ? ജനുവരി ലാസ്റ്റ് വാങ്ങിയേ. ഓക്കെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഒരു മാസം നോക്കട്ടെ. ഒരു മാസം നോക്ക്. നമ്മുടെ പ്രകാശ് പൈപ്പ്, നമ്മൾ പുച്ച് തള്ളിക്കൊണ്ടിരുന്ന പ്രകാശ് പൈപ്പ് ഞാൻ പുച്ച് തള്ളിയില്ല. നമ്മുടെ സ്റ്റോക്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞ പ്രകാശ് പൈപ്പ് 16.29 16.29 ഒരു മാസം കയറിയേക്കണേ. 3 മാസമായിട്ടും അത് പ്രോഫിറ്റ് തന്നെയാണ്. 6 മാസം നമ്മൾ 1 ഇയർ നോക്കാം. 48% കുറഞ്ഞേക്കണേ. അപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടൊരു 3 മാസത്തോളമായിട്ട് ഇപ്പോൾ കയറുവാണ് സംഭവം. അപ്പോൾ നമ്മൾ ആ
നമ്മുടെ ഇത് കണ്ടോ, പ്രശ്നമില്ല എന്നുള്ളൊരു ഇത് വന്നില്ലേ. നല്ല നമ്മൾ എത്രയാണ് വാങ്ങി ഫസ്റ്റ് നോക്കട്ടെ. $394 വാങ്ങി. $394 ഈ ഒരു റേഞ്ചിലാണ് വാങ്ങിയത്. കണ്ട 394. ഇവിടുന്ന് ഡൗൺ ആയി വന്ന് 219 394. ഈ 219 തന്നെ ഏറ്റവും ഡൗൺ ആയത് 164. 394 164 അപ്പോൾ പകുതി താഴെ പോയി. എന്നിട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചത്. പിന്നെ എന്തെങ്കിലും ആവട്ടെ, കയറോ ഇല്ല, നമുക്ക് നമ്മുടെ ടാർഗറ്റ് എത്രയാണോ അതിനാണ് നമ്മൾ വിൽക്കുള്ളൂ. വരട്ടെ. എന്തായാലും അത്ര മോശമൊന്നും അല്ല, നമുക്ക് അറിയാവുന്നതുകൊണ്ട്. ചിലപ്പോൾ മോശമായിരിക്കും, അറിയുക വലിയ പിന്നെ അങ്ങനെയല്ല. കാസ്ട്രോള് നിഫ്റ്റി ബീസൊക്കെ മൈനസാണല്ലേ. ഓക്കെ, അതൊക്കെ നമുക്ക് വാങ്ങാമല്ലോ. സജിലി നമ്മളിപ്പോൾ സിർമയല്ല വിറ്റത്. സിർമ വിറ്റത് നമുക്ക് പിന്നെ വാങ്ങാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ ഫുള്ള് കയറിപ്പോയി. അതുകൊണ്ട് പിന്നെ വാങ്ങാൻ പറ്റിയില്ല ഒന്നും. ഗോൾഡ്, സിൽവർ എന്തായി? സിൽവർ ആസ് ഓൾവേസ്. സിൽവർ ഇപ്പോൾ കുറേ കുറഞ്ഞായിരുന്നു, വാങ്ങാൻ സമയം കിട്ടി. അതുകൊണ്ട് ഒരെണ്ണാണ്ട് വാങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. കാണുക, എല്ലാവരും നോക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങൾ കാണുക. കാണുകൊണ്ട് ഉപകാരം എന്താ ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം മാറ്റി വയ്ക്കുക, കാണുക, ഉപകാരം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഉപകാരം ഉണ്ടായിട്ടുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സിമ്പിൾ കാര്യമാണ്. കാരണം ഞാൻ തന്നെ ഇപ്പം നിങ്ങൾക്കറിയില്ല, ഞാൻ തന്നെ ഇപ്പം അങ്ങനെ അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച്. പക്ഷേ ആ ഒരു സേവിങ്സ് ആയിട്ട് വരുന്നു, സേവിങ്സ് കൂടുന്നു, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നു, അങ്ങനെ സെറ്റാണ്. പോസിറ്റീവായിട്ട് എടുക്കുക. ഫ്യൂച്ചറിലായിരിക്കും ഈ വീഡിയോ ഒക്കെ വൈറലാകുന്നത്. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, എല്ലാവർക്കും നല്ലത്. വിഷു ആഘോഷിച്ചില്ല ഇനിയിപ്പോൾ. അപ്പോൾ നടക്കട്ടെ, പരിപാടികളൊക്കെ നടക്കട്ടെ. ഓക്കെ.